സൺഡേ ആയിട്ട് എവിടേക്കാണ് പോകേണ്ടതെന്നും ആലോചിച്ച് ഒരു കപ്പ് ചായയും കുടിച്ചിരിക്കുമ്പോഴാണ് ആലപ്പുഴയുള്ള മാമൻ്റെ കോള് വന്നത്. ഞാനിതാ ഇവിടെ കാലിക്കറ്റ് എത്തിയെന്നും പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വയനാട്ടിലേക്ക് ഒരു ട്രിപ്പും പ്ലാൻ ചെയ്ത്. ആനവണ്ടിയിൽ പോകുന്നതിൻ്റെ സുഖം ഒന്ന് വേറെ തന്നെ. നല്ല തണുപ്പ്, കാറ്റ്, കോട, സൂപ്പർ വൈബ്. അങ്ങനെ അമ്പലവയൽ പൂപ്പൊലി നടക്കുന്നിടത്തെത്തി. ടിക്കറ്റ് എടുത്ത് രാവിലെ ആയതുകൊണ്ട് തിരക്ക് വളരെ കുറവാണ്. പൂ കൊണ്ടുള്ള അലങ്കാരങ്ങൾ സൂപ്പർ ആയിട്ടുണ്ട്. കഴിഞ്ഞ തവണ വന്നതിനേക്കാളും കുറച്ചുകൂടി അടിപൊളിയായിട്ടാണ് തോന്നിയത്. പല നിറത്തിലുള്ള ജമന്തിപ്പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് ആദ്യം തന്നെ കാണുന്നത്. ചായ കുടിക്കാനും ടോയ്ലറ്റ് പോകാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ഇതിനകത്ത് തന്നെ ഇവർ സജ്ജീകരിച്ചിരിക്കുന്നുണ്ട്. ഞങ്ങൾ എത്തിയത് പകൽ സമയത്തായതുകൊണ്ട് കളർഫുൾ ലൈറ്റൊന്നും കാണാൻ പറ്റിയില്ല. എന്നാലും പൂക്കൾ കൊണ്ടുള്ള അലങ്കാരം തന്നെ അടിപൊളിയാണ്. എല്ലാവരും ഫോട്ടോസ് എടുക്കുന്ന തിരക്കിലാണ്. ഞങ്ങളും കുറേ ഫോട്ടോസ് എടുത്തു. ഓരോ ഭാഗത്തും ഓരോ ടൈപ്പ് ചെടികളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. സൂര്യകാന്തി, ചെട്ടിച്ചെടികൾ തന്നെ പലതരം നിറത്തിലുള്ളതാണുള്ളത്. ഓറഞ്ച്, മഞ്ഞ, അങ്ങനെ അടിപൊളി കളേഴ്സ്. തൈകൾ വേണ്ടവർക്ക് അത് വാങ്ങാനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പച്ചക്കറി വിത്തുകൾ, ചെടി വിത്തുകൾ, കൂടാതെ തൈകൾ എല്ലാം വാങ്ങാനും കാണാനുള്ള സൗകര്യം നമുക്കിവിടെയുണ്ട്. ഇതിനകത്ത് തന്നെയുള്ള ജലാശയത്തിലൂടെ ഒഴുകുന്ന ഒരു പൂന്തോട്ടവും നമുക്ക് കാണാൻ പറ്റും. അത് ലൈറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് അടിപൊളിയായിട്ടാണ്. പക്ഷേ വൈകുന്നേരം വന്നാലേ ഈ കാഴ്ചകളൊക്കെ സൂപ്പറായിട്ട് തോന്നുകയുള്ളൂ. കുട്ടികൾക്ക് കളിക്കാനായി കുറേ അധികം സൗകര്യങ്ങളുണ്ട്. ബോട്ട്, ട്രെയിൻ, യന്ത്രോഞ്ഞാൽ തുടങ്ങിയവയൊക്കെ ഉണ്ട്. ഇവരുടെ തന്നെ നിറവ് പ്രദർശന വിപണന കേന്ദ്രത്തിൽ കയറിയാൽ നമുക്ക് കുറേ അധികം സാധനങ്ങൾ വാങ്ങാനുണ്ട്. കരകൗശല വസ്തുക്കൾ ഇഷ്ടപ്പെടുന്നവർക്കായി ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇവിടുന്ന് ചായയൊക്കെ കുടിച്ച് കുറേ ഫോട്ടോസും എടുത്ത് ഞങ്ങൾ ഇറങ്ങി. ഈ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.